ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മട്ടൻ കുറുമ ഉണ്ടാക്കിയാലോ. ഇന്ന് കുറച്ചധികം കുറുമ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മട്ടനാണ് വേണ്ടത്. അത് കുക്കറിൽ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈസസും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളികളൊക്കെ നന്നാക്കി എടുക്കണം. കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ചധികം ചീരുള്ളി, അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു ചട്ടിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി നമ്മൾ ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ചധികം പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട്. തക്കാളി അരിഞ്ഞും കൂടെ വാട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ മട്ടനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെന്ത മട്ടൻ നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മട്ടൻ വേവിച്ചതിൻ്റെ ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മട്ടൻ കുറുമ അൽക്കല്ലേ, അപ്പോൾ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചധികം കാഷ്നട്ട് പൊതിർത്തിയിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ കുറുമ ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ 2ഓ 3ഓ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നന്നായിട്ട് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ഒരുപാട് തിളപ്പിക്കണ്ട. ഒന്നൊന്ന് തുള്ളി വരുമ്പോൾ നമ്മളെ മട്ടൻ കറി ഇറക്കി വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.